ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ രാവിലെ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുവാണ് കേട്ടോ. ഇന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ടീച്ചർ നാട്ടിൽ പോയതാണ്, ലീവാണ് കേട്ടോ. അതുകൊണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു, ഫിസിയോതെറാപ്പി മാത്രം. ഞങ്ങൾ പോയി തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുവാണ്. അപ്പോൾ കുഞ്ഞുമാവയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങൊന്നുമില്ല, ഞാൻ കൂടെ കിടന്നെങ്കിൽ മാത്രമേ ഉറങ്ങുള്ളൂ. പക്ഷെ കുഞ്ഞുമാവയ്ക്ക് എന്തോ ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായില്ലേ, അപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം നേരത്തെ തെറാപ്പി കഴിഞ്ഞ ദിവസമാണേ. അപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ അങ്ങ് എടുത്തിട്ട് ആ കുട്ടീനെ കിടത്താമെന്ന് വിചാരിച്ചു. കിടത്തി കഴിഞ്ഞാൽ പിന്നെ കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എക്സാം തുടങ്ങാനായില്ലേ? 10ാം ക്ലാസ്സിലെ എക്സാമും +2 എക്സാമൊക്കെ ആകാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും. മാളൂസും +2-നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, നല്ല രീതിക്ക് എക്സാമൊക്കെ എഴുതാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ സ്ഥലം എവിടെയാണെന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലം വയനാടാണ് കേട്ടോ. വയനാട് പുൽപ്പള്ളിയാണ് സ്ഥലം. നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ പാലക്കാട് അട്ടപ്പാടിയിലാണ് കേട്ടോ സ്ഥലമുള്ളത്. ഇത് ഞാൻ ഫേസ്ബുക്കും യൂട്യൂബിലും കൂടി എടുക്കുന്ന വീഡിയോയാണ്. ഒത്തിരി പേര് നമ്പർ ചോദിക്കുന്നുണ്ട്, നേരെ ഇരിക്കെ. അപ്പോൾ അവരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഫേസ്ബുക്കിൽ ഈ നമ്പറില്ല, യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ നമ്പറുണ്ട്. അപ്പോൾ അതുട്ടിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അറിയാം ഉള്ളവർക്ക് അതിലേക്ക് വിളിക്കാം കേട്ടോ. ഒരുപാട് പേര് നമ്മളായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. എനിക്ക് ഫേസ്ബുക്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് നമ്പർ തരാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വേണേൽ നമ്മൾ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ മെസ്സേജ് അയക്കുള്ളൂ കേട്ടോ. എന്നാലും മെസ്സേജിന് മറുപടി തരാതൊന്നും ഇരിക്കില്ല, എല്ലാവർക്കും മെസ്സേജ് അയക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്ഥലം വയനാടാണ്, വയനാട് പുൽപ്പള്ളി. അതുകൂട്ടി ഉണ്ടായത് സുൽത്താൻ ബത്തേരി ആണ്. അപ്പം നമ്മൾ വയനാട്ടിൽ നിൽക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഫിസിയോതെറാപ്പി ഒന്നും അവിടെ കിട്ടിയല്ല. അപ്പം ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, കോഴിക്കോട് മിംസിൽ നിന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു നല്ല തെറാപ്പി സെൻറ്റർ നോക്കി കുഞ്ഞിന് തെറാപ്പി കൊടുത്ത് ബെറ്ററാക്കി എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് മാറി നിൽക്കുന്നത്. കുറച്ച് പേരുടെ സംശയമാണ് കേട്ടോ, നിങ്ങൾ വയനാടെന്ന് പറയുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് അട്ടപ്പാടിയും കയറി വരുന്നുണ്ടല്ലോ എന്ന്. നമ്മളിപ്പോൾ അട്ടപ്പാടിയിലാണ് കേട്ടോ ഉള്ളത്. അട്ടപ്പാടി ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കോട്ടത്തറയാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടുമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യമേയൊക്കെ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അന്നേരം കുറഞ്ഞ പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഫിസിയോതെറാപ്പി സെൻറ്ററിൽ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഫിസിയോതെറാപ്പി സെൻറ്റർ നിറച്ച് മക്കളാണ്. ആദൂട്ടീൻ്റെ മാത്രം വീഡിയോ എടുത്തു കഴിയുമ്പോൾ അവിടെ മൊത്തത്തിൽ എല്ലാ പിള്ളേരും കൂടി ഒച്ചപ്പാടും വഴക്കും ബഹളവും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദൂട്ടീൻ്റെ മാത്രം വീഡിയോ അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ആദൂട്ടീൻ്റെ വീഡിയോ എടുക്കാത്തത് കേട്ടോ. ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം, കുറേ പേര് ചോദിച്ചു കുഞ്ഞിനെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന വീഡിയോ ഇടുമോയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേലൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യം പറ്റിയല്ല. ഹൈപ്പർ ഉള്ള പിള്ളേരുണ്ട്, ഓട്ടിസം ഉള്ള പിള്ളേരുണ്ട്, CP സെർബൽ പാൾസി ഉള്ള പിള്ളേരുണ്ട്, ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഡിലേ ഉള്ള പിള്ളേരുണ്ട്, പല രീതിയിലുള്ള മക്കളുണ്ട് അവിടെ. അപ്പോൾ നമുക്കങ്ങനെ ഇടാൻ പറ്റത്തില്ല കേട്ടോ. ആദൂട്ടിൻ്റെ മാത്രം എടുത്തു കഴിയുമ്പോൾ ചിലരൊരിക്കലും സോഷ്യൽ മീഡിയയിൽ വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുകയില്ല. എന്നാലും ആ മക്കളൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനത്തെ മക്കളെയൊക്കെ വെച്ച് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതും ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിലുള്ളതാണ്, പക്ഷേ മറ്റു മക്കളെ കാണിക്കാൻ അത് ചിലപ്പോൾ അവർക്കൊരു വിഷമമാവും വീഡിയോ കണ്ടു കഴിയുമ്പം. പല സാഹചര്യത്തിൽ പല മക്കളല്ലേ, പല മുഖങ്ങളും പല ഇതുമുള്ള മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ചിലർ കരച്ചിലായിരിക്കും, ചിലർ ബഹളമായിരിക്കും, ചിലർ വികൃതിയായിരിക്കും. ഞങ്ങളുടെ ലോകമാണ് കേട്ടോ, എൻ്റെയും ആദൂട്ടീൻ്റെയൊക്കെ ലോകമാണ് ഫിസിയോതെറാപ്പി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു ഉന്മേഷമാണ് കേട്ടോ. രാവിലെ എണീക്കണം, തെറാപ്പിക്ക് പോകണം, ആദൂട്ടീൻ്റെ കൂട്ടുകാരെ കാണണം, പിന്നെ കുറേ പേരെ കാണണം, ആദൂട്ടീൻ്റെ കുറേ ചേട്ടന്മാരുണ്ട് അവരെ കാണണം. ഒത്തിരി സന്തോഷമാണ് കേട്ടോ. മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞങ്ങളുടെ മക്കളുടെ ഫിസിയോതെറാപ്പി സെൻറ്റർ ആണെന്ന് തന്നെ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടുന്ന് ഒരു വീഡിയോ എടുത്തിടാത്തത്. കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്നാലും സാഹചര്യമൊക്കെ ശരിയായി വരുവാണെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്തിടാം കേട്ടോ. അല്ലാതെ നമുക്ക് ആദൂട്ടീനെ തെറാപ്പി ചെയ്യുന്നത് കാണിക്കാനോ ഒന്നും ഒരു മടിയില്ല. ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ വീഡിയോ എടുക്കാത്ത അതാണ്. ഒരുപാട് മക്കളുണ്ട്, പല ഇതിലുള്ള മക്കളാണ്.
അപ്പം നമുക്കത് ശരിയാവത്തില്ല കേട്ടോ. മക്കളെയൊക്കെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല കേട്ടോ, ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടൊന്നും ചോദിച്ചിട്ടുമില്ല. ചോദിച്ചാൽ ഒരു പക്ഷേ അവർ സമ്മതിക്കുമായിരിക്കും, പക്ഷെ എന്നാലും അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും സാഹചര്യം ഒത്തു വരുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. അതൊന്ന് പറയുമെന്ന് വിചാരിച്ചു. ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്. കഴുത കരഞ്ഞതാ കേട്ടോ. ഇങ്ങോട്ട് നമുക്ക് കഴുതയുണ്ട് കേട്ടോ, പടിക്ക് കഴുതയുണ്ട്. അപ്പോൾ കഴുത കരഞ്ഞപ്പോൾ ഞാനങ്ങ് നിർത്തിയതാണ്. ഒരു വല്ലാത്തൊരു സൗണ്ടിലാണ് കേട്ടോ കരയുന്നത്, അതുകൊണ്ട് ഞാനങ്ങ് നിർത്തിയതാണ്. എന്തായാലും നോക്കട്ടെ, പറ്റുവാണെങ്കിൽ സാഹചര്യമൊക്കെ ഇതാവുകയാണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി ഒന്നും കാണിച്ചില്ലേ. അപ്പോൾ സാഹചര്യമൊക്കെ ഒത്തു വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും ആദ്യത്തെ ഫിസിയോതെറാപ്പിയുടെ വീഡിയോ ഇടാം. ഇതെല്ലാം ഒരു കുറച്ച് ദിവസം കഴിയട്ടെ കേട്ടോ. ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാനും താഹിര ഞങ്ങൾ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ, നിറച്ച് മക്കളാണ്, അതുകൊണ്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ട? വേറെന്തോ 1-2 കാര്യം കൂടി ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നതാ? പിന്നെ നമ്മുടെ ആദൂട്ടിയുടെ ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഐക്കോൺസിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പം വെള്ളി അല്ലെങ്കിൽ ശനിയാഴ്ച നമ്മൾ പല നേരമൊക്കെ പോകും കേട്ടോ. വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച നമ്മൾ പോകും. പിന്നെ ഈ ചേട്ടൻ എൻ്റെ മോന്ത എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. എൻ്റെ മുഖം കണ്ടില്ലെങ്കിൽ വിഷമമാണ്. എൻ്റെ മുഖം അനങ്ങുന്ന നോക്കും, എന്നിട്ട് ഞാൻ കരയുവാണോ നോക്കും. ഞാൻ കരയുവാണെങ്കിൽ എൻ്റെ കൂടെ കരയും, ഞാൻ ചിരിക്കുവാണെങ്കിൽ എൻ്റെ കൂടെ ചിരിക്കും, ഞാൻ ഉമ്മ കൊടുക്കുവാണെങ്കിൽ ഉമ്മ കൊടുക്കും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്നറിയാമോ? ഞാൻ എന്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ അതും അന്നേരം ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ അറിയും, അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ ഇപ്പം എന്താണ്, മക്കളുടെ എക്സാമും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ മെയിനായിട്ട്. പിന്നെ നമ്മുടെ ലൈവ് 2:30-ക്കാണ്. ഞാൻ മെയിനായിട്ട് നമ്മുടെ ഫിസിയോതെറാപ്പിയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മതിയാവില്ല കേട്ടോ. അതുപോലെ ഒരു പ്രത്യേക ഒരു ലോകമാണ്. ഇനിയിപ്പോൾ ഞാൻ ആദൂട്ടിക്ക് പാല് കൊടുക്കുവാണെങ്കിൽ ഒരാൾ ക്ലാസ് എടുത്തു തരും, ഒരാൾ കഴുകി വയ്ക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പ്രത്യേക ഒരു മനസ്സിനൊരു ഇത്രയും സന്തോഷം തരുന്ന ഒരു സ്ഥലം. അതെനിക്ക് അത് തന്നെയാണ് കേട്ടോ, മനസ്സിന് എത്രയോ സന്തോഷം തരുന്നൊരു സ്ഥലം. എവിടെ പോയിരുന്നാലും നമുക്ക്, പിന്നെ അവിടെ കുശുമ്പില്ല, വഴക്കില്ല, ഒച്ചപ്പാടില്ല, ഒന്നുമില്ല. എല്ലാവരും ഒരേപോലെ കേട്ടോ, എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാർ. മനസ്സിന് ഭയങ്കര സമാധാനമാണ്, സന്തോഷമാണ്. മക്കളെല്ലാവരും റെഡിയാകാൻ വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന അമ്മമാർ, മക്കളെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന അച്ഛന്മാരും അമ്മമാരും എല്ലാവരും കേട്ടോ. ഓരോ കുടുംബമാണ്. കുറേ അമ്മമാരുണ്ട്, കുറേ വല്യമ്മമാർ കൊണ്ടുവരുന്നവരൊക്കെ മക്കളുണ്ട്. എന്നാലും മനസ്സിന് ഒത്തിരി സന്തോഷം ഉള്ള സ്ഥലം തന്നെയാണത് അല്ലേ. അപ്പോൾ ഒത്തിരി മനസ്സിന് സന്തോഷം തരുന്നൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്റർ, പറയാതിരിക്കാൻ പറ്റിയല്ല. ഞാൻ ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചു, തെറാപ്പി ഒരു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചു. വീഡിയോ എടുത്തിടണം, അതിൻ്റെ ഒരു തെറാപ്പി എങ്ങനെയാണെന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. മനസ്സിന് ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, നിറഞ്ഞൊരു മനസ്സാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കിട്ടുള്ള പണിയാണ് കേട്ടോ. ഫിസിയോതെറാപ്പിക്ക് പോകണം എന്നൊക്കെ വിചാരിച്ച് രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് ഓടി നടന്ന് പണികളെല്ലാം തീർത്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നതൊക്കെ. പിന്നെ ഞാൻ നടക്കുന്നത് എങ്ങനെയാണോ അതിലുള്ളൊരു വീഡിയോ ആയിരിക്കും എടുക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അടുക്കളപ്പണി അതൊന്നും വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷെ സമയം കിട്ടുകയില്ല കേട്ടോ നമുക്ക്. എന്തായാലും നാളെ തൊട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ നോക്കാം. ആദൂട്ടിൻ്റെ ഫുഡ് റൊട്ടീനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ നോക്കിയിട്ടൊരു വീഡിയോ ആദൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കാം. പക്ഷേ മെയിനായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി സെൻറ്ററിലെ കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണോ, തെറാപ്പിയുടെ കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണ് എപ്പോഴും ഓരോ ഉമ്മ കൊടുക്കണേ. അതാണ് പ്രശ്നം. എപ്പോഴും ഓരോ ഉമ്മ കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ഉമ്മ കൊടുക്കണം, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരോടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ട് ഞാൻ എന്താ പറയാത്തതെന്ന് ഓർക്കും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്പർ ഉണ്ട്, വിളിക്കേണ്ടവർക്ക് വിളിക്കാം. അതുകൊണ്ട് വിശേഷം തിരക്കുന്നവർക്ക് തിരക്കും എല്ലാം ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്ക് പറ്റുന്ന സമയമാണ് ഞാൻ അന്നേരം ഫോൺ എടുക്കും. അതുകൊണ്ട് വിശേഷം തിരക്കാമെന്ന് പറഞ്ഞാലാണ് പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ അന്നേരം ഫോൺ എടുക്കും, അല്ലെങ്കിൽ അതിന് എന്തായാലും മറുപടി തരും.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് എന്നും വരാമെന്ന് പറയും, പക്ഷെ നമുക്ക് പറ്റുന്ന പോലെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥന മാത്രം. അതുമാത്രമല്ല, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലും പുറത്തുള്ളവർക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ആടുകുട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് കൂടപ്പുറപ്പുകൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും, അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോ.